കേട്ടോ, എന്നേക്കാൾ വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഞാൻ സഹകരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യാം, എൻ്റെ പേരിലുള്ള പരാതികൾ തീർത്തു തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ പച്ചയ്ക്കാണ് കേട്ടോ പറയുന്നത്. വനംവകുപ്പിൽ അങ്ങനെയാണ് ആയിരിക്കാം. ഇവിടെ എന്തുവാണ്, വലിയൊരു ജോലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറിയപ്പെടുന്ന ഒരു തലത്തിലേക്ക് റോഷ്നി എന്നുള്ളൊരു വ്യക്തി എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് അത്യാവശ്യം അതിൽ അഭിമാനം തന്നെയുണ്ട്. അങ്ങനെയാണ് ഈ പരീക്ഷ എഴുതുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സാറ് പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് വനിതകളെ വനംവകുപ്പിലേക്ക് എടുക്കുന്നത്. 2017 അതിൽ ടെസ്റ്റ് എഴുതി 18ാമത്തെ റാങ്കോ കണ്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൽ ജോലി കിട്ടുന്നത്. വനംവകുപ്പ് പുരുഷന്മാരുടെ കുത്തകയായി വച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. ശരിക്കും നമ്മളങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്ത്രീകൾ ആദ്യമായിട്ട് പെട്ടെന്ന്, പക്ഷേ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതിന് മുമ്പുണ്ടായിരുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിലൊക്കെ വന്ന ഒരു കൈകൊണ്ട് എണ്ണാവുന്ന അത്രയും ലേഡീസ് ഉണ്ട് വനംവകുപ്പിലുണ്ടായിരുന്നു. പക്ഷേ ബൾക്കായിട്ട് PSC വിളിച്ചിട്ട് വരുന്നത് 2017 ആ ഫസ്റ്റ് ബാച്ചിലാണ് ഞാനുണ്ടായിരുന്നത്. ഞങ്ങളെ ശരിക്കും തുടക്കത്തിലൊക്കെ വന്നപ്പോൾ വനത്തിനുള്ളിൽ കൊണ്ടുപോകുമായിരുന്നു. വനത്തിൽ ഒരു കൊളേട്ട എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അറിയാവോ? കൊളേട്ട അറിയോ? രക്തം കുടിക്കുന്ന സാധനം. ഇതിനെ കൊണ്ട് കടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. എന്തിനെന്നറിയാമോ? നമ്മളിത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ തിരുവനന്തപുരം ജില്ലയിൽ അന്ന് കയറിയ പിള്ളേരിൽ ഒരു 10 പേർക്കുള്ളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കളഞ്ഞിട്ട് പോയി. വേറെ ജോലി കിട്ടി ഒക്കെ വിട്ടിട്ട് പോയതാണ്. കാരണം അമ്മാതിരി ബുദ്ധിമുട്ടുണ്ട് ശരിക്കും. സത്യത്തിൽ അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ പക്ഷേ വിട്ടിട്ട് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യൂണിഫോമിനോട് ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിടിച്ചു നിന്നു. 2019 ഒരു ഇക്കോ ടൂറിസത്തിൻ്റെ ചുമതല തന്നു. ആണുങ്ങൾ ചെയ്യുന്നത് പോലെ അതിനേക്കാൾ മനോഹരമായി ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തന്ന ഒരു ഒരു സ്വതന്ത്ര ചുമതലയായിരുന്നു. അന്നു മുതലാണ് എൻ്റെ കഷ്ടകാലം ശരിക്കും തുടങ്ങുന്നത്. അന്നു മുതൽ പുരുഷന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. പുരുഷന്മാരിരിക്കേണ്ട ഒരു സ്ഥാനത്ത് 2 വർഷം കേവലം ട്രെയിനിങ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് 2 വർഷം പോലും ആവാത്ത ഒരു സ്ത്രീയെ പിടിച്ചിരുത്തി എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കള്ളപ്പരാതികൾ, എനിക്കെതിരെ കുറേ അലിഗേഷൻസ് ഉണ്ടാക്കി. കുറേ കള്ളപ്പരാതികൾ നിരന്തരം എഴുതി അയച്ചു. എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നുള്ളതായിരുന്നു. എന്നെ അവിടെ നിന്ന് മാറ്റാൻ ആദ്യമേ അവർ പോയി പറഞ്ഞു, ഒരു സ്ത്രീ 2 വർഷം ആയതേ ഉള്ളൂ, വന്ന ഉടനെ ഇങ്ങനൊരു ചാർജ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് കുമാർ IFS സാറ് പറഞ്ഞു, അവർ നല്ലോണം ജോലി ചെയ്യുന്ന ഒരാളാണ്, എന്താണ് പ്രശ്നം, ഒരു സ്ത്രീ ഇരുന്നാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതിനേക്കാൾ സർവീസുള്ള ഒത്തിരി ആൾക്കാർ പുരുഷന്മാരുണ്ട്. അപ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. പെട്ടെന്ന് വന്നൊരു സ്ത്രീ ഒരു ഇക്കോ ടൂറിസത്തിൻ്റെ ചാർജൊക്കെ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർ കണ്ടുപിടിച്ച ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്നെക്കുറിച്ച് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതായിരുന്നു. അത് വെറുതെ ഒന്നുമല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. നിരവധി പരാതികൾ എനിക്കെതിരെ കള്ള പരാതികളൊക്കെ എഴുതി അയച്ച്, അതും ഡിപ്പാർട്ട്മെൻറ്റിലൊന്നുമല്ല, മുഖ്യമന്ത്രി മുതൽ അങ്ങനെയാണ് എഴുതി അയക്കുന്നത്. അങ്ങനെ എഴുതി അയച്ചു. ഒടുവിൽ വേറെ നിവർത്തിയില്ലാതെ വന്നു. വിജിലൻസ്, ഫ്ലൈയിങ് സ്ക്വാഡൊക്കെ അന്വേഷണത്തിന് വന്നു. ആ അന്വേഷണത്തിന് വന്നതിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ DFO റാങ്കിലുള്ള ഒരാളാണ് കേട്ടോ. എന്നേക്കാൾ വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഞാൻ സഹകരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യാം, എൻ്റെ പേരിലുള്ള പരാതികൾ തീർത്തു തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ പച്ചയ്ക്കാണ് കേട്ടോ പറയുന്നത്. വനംവകുപ്പിൽ അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, ആ സഹകരണം. അങ്ങനെ തന്നെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് പിന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. 10 വനിതകളിൽ കൂടുതലുള്ള ഒരു ഓഫീസിൽ ശരിക്കും ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി വേണമെന്ന ICC എല്ലായിടത്തും വേണമെന്നോ, കോളേജ് എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും വേണമെന്നാണ്. സുപ്രീം കോടതിയുടെ ഓർഡറാണ്. അന്ന് വനംവകുപ്പിൽ അങ്ങനൊരു സാധനം ശരിക്കും ഉണ്ട്. പക്ഷേ അത് അതുവരെ അവിടെ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഇവരുടെ നിരന്തരമായ പല ആവശ്യങ്ങൾക്കും വഴങ്ങി കൊടുക്കേണ്ട അവസ്ഥ ആയപ്പോൾ, അതിന് നിൽക്കാത്തത് കൊണ്ട് നിരന്തരം ഉപദ്രവം ഉണ്ടായപ്പോൾ ഞാൻ ICCക്ക് പരാതി കൊടുത്തു. അങ്ങനെ ICC ആ പരാതിയിൽ അന്വേഷണം നടത്തി. എൻ്റെ കയ്യിൽ കുറച്ച് തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇത്ര ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളിനെ പറഞ്ഞു വിട്ട് ഞാൻ കൂടെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ICCക്ക് പരാതി കൊടുക്കുന്നത്.
അന്ന് ICC ശരിക്കും അന്വേഷണം നടത്തി ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് കൊടുത്തു. അന്ന് എന്താണ്, ഇവരെല്ലാം വലിയ വലിയ ഉദ്യോഗസ്ഥരാണ്, അതുകൊണ്ട് തന്നെ ആരും ആർക്കെതിരെയും ഒന്നും ചെയ്തില്ല. പകരം ചെയ്തത് പരാതി കൊടുത്ത എന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നോട് പരാതി കൊടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അതിന് മുമ്പ് കോംപ്രമൈസ് ചെയ്യാനൊക്കെ വന്നു. പക്ഷേ ഞാൻ പരാതി കൊടുത്തതിൻ്റെ പേരിൽ എന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതും എനിക്ക് എന്നോട് ഈ ആവശ്യം ഉന്നയിച്ച അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു വിജിലൻസിൻ്റെ APCCF ആയിരുന്നു. അദ്ദേഹം റിട്ടയർ ആവുന്നതിന് ഒരു 3 ദിവസം മുൻപ് എന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഒരു 1.5 മാസം മാത്രമേ പുറത്ത് നിൽക്കേണ്ടി വന്നുള്ളൂ. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഒരു 1.5 മാസത്തിനുള്ളിൽ എന്നെ സർവീസിൽ തിരിച്ചെടുത്തു. പക്ഷേ അന്നു മുതൽ ഞാൻ വനം വകുപ്പിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി. വനം വകുപ്പിൻ്റെ അല്ല, വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ ശത്രുവായി മാറി. പക്ഷേ ആ ശത്രുത എൻ്റെ തലയ്ക്ക് വീതെ വന്ന് വീണ പുഷ്പങ്ങളായാണ് എനിക്ക് തോന്നിയത്. എനിക്കതിനോട് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം ഞാൻ മറ്റൊരു രീതിയിൽ ചെല്ലാത്തതിന് എന്നോട് ശത്രുത ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ആദ്യം ഒരുപാട് തളർന്നു പോയ സമയങ്ങളുണ്ട്. മെൻ്റൽ വരെ ആയിട്ട് ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക, ഏതെങ്കിലും വനത്തിനുള്ളിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ മന്ത്രിയെ പോയി കണ്ടു. അവർക്കെതിരെ FIR ഇടാൻ പറഞ്ഞു. കാരണം ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പോലീസിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. 354 IPC വെച്ച് ഞാൻ കേസ് കൊടുത്തു. അവരെ അറസ്റ്റ് ചെയ്താൽ റിമാൻഡാവും. അറസ്റ്റ് ചെയ്യുന്നൊരവസ്ഥ എത്തിയപ്പോൾ കരച്ചിലായി, കാലുപിടിയായി, അങ്ങനെ ആകെ പ്രശ്നങ്ങളായി. എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതായി, എൻ്റെ കുടുംബക്കാർക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതായി, ഫ്രണ്ട്സിന് വയ്യാതായി. ഇവരെല്ലാം വന്ന് കാണുന്നു, കോംപ്രമൈസ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. പിന്നെ വേറെ ഒരു വീട്ടിൽ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവസാനം നമുക്ക് ഒരു രക്ഷയില്ലാതായപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്തേലും ചെയ്ത് കളയാൻ പറഞ്ഞു. കാരണം നിവർത്തിയില്ല. വീണ്ടും ഒരു അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 27 വർഷം 28 വർഷം സർവീസുണ്ട്. ഇനി 21 വർഷം സർവീസുണ്ട്. അങ്ങനെ അതുമാത്രം വിചാരിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള ഒരു നിബന്ധനയ്ക്ക് പുറത്ത് ഞാൻ ആ കേസ് കോഷ് ചെയ്ത് കളഞ്ഞു. ഇല്ലെങ്കിൽ പുള്ളിയുടെ കാര്യം അവതാളത്തിലാവുമായിരുന്നു. ഞാനായിട്ടൊരാൾക്ക് എന്നെ ഉപദ്രവിച്ചു, അത് ശരി, ഓക്കെ. പക്ഷെ ഞാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് കരുതിയാണ് ഞാനന്ന് അങ്ങനെ ചെയ്തത്. പക്ഷെ അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നുണ്ട്, സ്ത്രീ സുരക്ഷ പറയുന്നുണ്ട്. ഒരു കുന്തവും ഇല്ല കേട്ടോ, സത്യമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ്, അങ്ങനൊരു സംഭവം ഇല്ല. നമ്മളെപ്പോഴും സ്ത്രീകൾ എത്ര ഇക്വാലിറ്റി പറഞ്ഞാലും നമ്മളെ ഒരു പടി ചവിട്ടി താഴ്ത്താൻ തന്നെയാണ് നോക്കുന്നത്. എനിക്ക് യാതൊരു സംശയമില്ല. അതെൻ്റെ അനുഭവമാണ്. ഞാൻ അവിടെ നിന്ന് ഒരുപാട് കയറി ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷവും പിന്നീട് എനിക്ക് പല രീതിയിലുള്ള ഉപദ്രവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പല രീതിയിൽ ഒഫീഷ്യലി ഉപദ്രവിക്കുമായിരുന്നു. കാരണം ഞാനൊരു താഴെയുള്ളൊരു പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഒഫീഷ്യലി ഉപദ്രവം പല രീതിയിലും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇല്ലാത്ത കേസുകൾ, കള്ളക്കേസ്. എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എന്നെ അന്വേഷിച്ച് വിജിലൻസിൽ നിന്ന് ആൾ വരുമായിരുന്നു, അല്ലെങ്കിൽ ഫ്ലൈയിങ് സ്ക്വാഡിൽ നിന്ന് വരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. എന്നെ ട്രാൻസ്ഫർ ചെയ്തു, അങ്ങനെ കുറേ ചെയ്തു. പിന്നീട് ഇടയ്ക്ക് എൻ്റെ പേരിലൊരു ജാതി അധിക്ഷേപം കള്ളക്കേസ് ഉണ്ടാക്കി. ആ സമയത്ത് ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് ആ കേസ് കള്ളക്കേസാണെന്ന് തെളിയിച്ചു. കോടതി റെഫർ ചെയ്ത് കളയുന്നത് വരെ 8 മാസക്കാലം ഞാൻ ശമ്പളമില്ലാതെ വീട്ടിലിരുന്ന് ആ കേസ് കള്ളമാണെന്ന് തെളിയിച്ചു. കാരണം എനിക്കത് തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. കാരണം ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് ആയിരുന്നു എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് കേട്ടോ. ഒരു പുരുഷനായിരുന്നെങ്കിൽ ഒരിക്കലും ഇവരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യൂലായിരുന്നു. അങ്ങനെയാണ് ശരിക്കും 2019 പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാനെന്നതിനൊരു ലൈസൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. വെറുതെ ഒരു താല്പര്യം തോന്നി, ആ ലൈസൻസ് എടുക്കണം എന്ന് തോന്നി പോയതാണ്. അങ്ങനെ ലൈസൻസ് കിട്ടി. തുടക്കത്തിൽ അധികം റെസ്ക്യൂവിനൊന്നും ഞാൻ പോയിട്ടില്ല. 1-2 റെസ്ക്യൂ ചെയ്തു. അതിനുശേഷം 21 റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്ന നമ്മുടെ വനംവകുപ്പിൻ്റെ തന്നെ ദ്രുതകർമ്മസേന അതിൽ അംഗമായി. അന്ന് മുതൽ, ആ സമയം മുതൽ അത്യാവശ്യം പാമ്പുകളെയൊക്കെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങി. ഞാൻ പാമ്പ് മാത്രമല്ല, മരപ്പട്ടി, മുള്ളമന്നി, മാന, മയില്, കുരങ്ങ് തുടങ്ങി എല്ലാ ജീവികളെയും ഞാൻ പിടിക്കും. പിന്നെ ആനയെ ഓടിക്കാൻ പോകാറുണ്ട്, രാത്രി കാട്ടുപോത്തിനെ ഓടിക്കാൻ പോകാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ ജോലികളും ചെയ്യും. എനിക്ക് താല്പര്യമാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന ജോലിയോട് എനിക്ക് ഭ്രാന്തമായ ഒരു ഇഷ്ടമാണ്. പക്ഷേ അത് കൂടെയുള്ളവർ സമ്മതിക്കൂല. അവർക്ക് വേണ്ട, അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരാളിനെ അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അതിനാണ് നമ്മളെ ശരിക്കും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു 21 ആദ്യമായിട്ട് മൂർഖൻ പാമ്പിനെ റെസ്ക്യൂ ചെയ്യും. എൻ്റെ ജീവിതം തന്നെ മാറ്റിയത് മൂർഖൻ പാമ്പാണ് കേട്ടോ.
ഭഗവാൻ എന്നുള്ളൊരു ശക്തി ഉള്ളത് കൊണ്ടായിരിക്കാം, ഞാൻ അനുഭവിച്ചത് അത്രമാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ 2021 ഒരു മൂർഖമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്തത്, അന്ന് വാവ സുരേഷ് കോട്ടയത്ത് വെച്ച് ലാസ്റ്റ് ടൈം പാമ്പ് കടിയേറ്റ് സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയം. അന്നാണ് എൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ വനംവകുപ്പ് പാമ്പിനെ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ വൈറലാവുന്നത്. അങ്ങനെയാണ് ഞാൻ ശരിക്കും റോഷ്നി എന്ന വ്യക്തിയെ കുറച്ച് ആൾക്കാരെങ്കിലും അറിയപ്പെട്ടു തുടങ്ങിയത് അങ്ങനെയാണ്. അതിനുശേഷം തോന്നി കുഴപ്പമില്ല, നല്ല പരിപാടിയാണ്, കുറച്ച് ആൾക്കാരൊക്കെ അറിയുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് മനുഷ്യരെക്കാൾ ഇഷ്ടം വന്യമൃഗങ്ങളോടാണ്. മനുഷ്യരെ എനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ, ഒരാളിനെ എനിക്കിഷ്ടമല്ല, മനുഷ്യവർഗത്തെ എനിക്കിഷ്ടമല്ല. എനിക്ക് വന്യജീവികളെയാണ് ഇഷ്ടം. അവർ പുറകിൽ നിന്ന് ചതിക്കില്ല, കുത്തി നോവിക്കില്ല, അകാരണമായി ഉപദ്രവിക്കില്ല. അവർക്കൊരു സേഫ്റ്റി ബബിളുണ്ട്, അതിനുള്ളിൽ നമ്മൾ കടന്നു ചെന്നാൽ മാത്രമേ അവർ നമ്മളെ ഉപദ്രവിക്കുള്ളൂ. അല്ലാതെ ഒരു ജീവിയും അനാവശ്യമായിട്ട് ഒരാളെയും ഉപദ്രവിക്കില്ല. നമ്മളിപ്പോൾ ഇന്നലെ മിനിങ്ങാന്നോ ആന ചവിട്ടിക്കൊന്നു 6 നമ്മളിത് എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? നമ്മളെ പ്രകൃതിയെ നമ്മൾ തന്നെ നശിപ്പിച്ചു. നമ്മുടെ പ്രകൃതിക്ക് നമ്മൾ മനുഷ്യരെ ആവശ്യമില്ല. നമ്മളാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ക് നമ്മളെ ആവശ്യം